രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും നല്ല മുളകിട്ട ചെമ്മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് എന്നാൽ വാട്ടയിറ്റിനിടെ എടുക്കാമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പോയി ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ അതേ ചെമ്മീൻ കറിയുടെ റെസിപ്പി ആരും ചോദിക്കണ്ട, ഞാൻ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതേപോലത്തെ കോമ്പിനേഷൻ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുവാണ്. 1-2 വീഡിയോ ഒക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുഖം മിനുക്കലാണ്. അപ്പം ഞാൻ സ്ട്രോപ്പ് ക്രീം മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിട്ടാൽ തന്നെ ഫേസ് നല്ല രീതിക്ക് തിളങ്ങി നിൽക്കും, വേറെ ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല. ഇത് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ, കണ്ടില്ലേ ഫേസിലെ ആ ഒരു ഗ്ലേസിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ കണ്ണ് എഴുതി കൊടുത്ത് നല്ല കട്ടിക്ക് താഴെ എഴുതി കൊടുത്തു കേട്ടോ. ഞാൻ എപ്പോഴും താഴെ മാത്രമാണ് കണ്ണ് എഴുതുന്നത്. എനിക്കൊരു തോന്നൽ വരണം മുകളിലും കൂടെ എഴുതി കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇന്ന് മുകളിലും കൂടെ എഴുതിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിലും കൂടെ ഞാൻ ലൈറ്റായിട്ട് എഴുതി കൊടുത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ എനിക്ക് എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ വന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച്. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന അതേ ചെമ്മീൻ മുളകിട്ടതും നല്ല ചുമന്ന ചീര തോരൻ വെച്ചതും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ചീരയുടെ റെസിപ്പി എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ അതേപോലെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ആ ഒരു ടേസ്റ്റിൻ്റെ അയലത്ത് പോലും എത്തിയില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എൻ്റെ ഉമ്മ വെക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്ന് അപ്പം ഞാൻ ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പം ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പൊന്നു ഗൈസ് ഭയങ്കര എരിവുള്ള നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു മണമില്ല, അതിങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. എരിവുള്ളതാന്ന് അറിഞ്ഞിട്ടും ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കൊള്ളാം, പക്ഷേ ഇതിൻ്റെ എരിവാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതാണെങ്കിൽ ഞാൻ കുറച്ച് സ്പൂണിൽ കോരി എടുത്തിട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ എല്ലാം കൂടെ ഞാൻ വാരി വലിച്ച് അങ്ങനെ തിന്ന്. ഞാൻ തിന്നുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ല, തൽക്കാലം കാണണ്ട. ഇത് കണ്ടില്ല ഞാൻ എരിഞ്ഞിട്ട് കിടന്ന് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എരിഞ്ഞിട്ട് ഇവൾ എന്തിനീ വാരി വലിച്ച് തിന്നുന്നതെന്ന്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഗൈസ്. പിന്നെ ഈ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. 60 രൂപക്ക് വാങ്ങിച്ച സാധനം എരിവാന്ന് പറഞ്ഞാൽ അങ്ങനെ കളയാൻ പറ്റുക. അതുകൊണ്ടാണ് കണ്ണീരൊഴുക്കിയിട്ടാണെങ്കിലും ഞാനത് മൊത്തം കഴിച്ചത്. തിന്ന് എൻ്റെ ലിപ്സ്റ്റിക്ക് പോയെങ്കിലും എൻ്റെ കണ്ണിൽ എഴുതിയ ഐലൈനറും കാജലും നോക്കി അനങ്ങിയിട്ടില്ല അവിടെ. രാവിലെ കുളി കഴിഞ്ഞിട്ട് എഴുതിയതാണ് ഞാൻ ഈ ഐലൈനറും കാജലും ഒക്കെ. വൈകുന്നേരമായിട്ട് ഒരു തുള്ളി പോലും സ്മജ്ജാവാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എൻവൈബയുടെ കാജലും ഐലൈനറും ആണ് ഞാൻ യൂസ് ചെയ്തത്. എത്ര തൂത്താലും തുടച്ചാലും തിരുമിയാലും ഒന്നും പോത്തില്ല ഗൈസ്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്. വെറും 99 രൂപ റേറ്റുള്ള. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ QR കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നൂഡിൽസ് കഴിച്ചതിൻ്റെ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു അവക്കാഡോ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാനത് ജ്യൂസാക്കി കുടിച്ച്. പിന്നെ വൈകുന്നേരം എനിക്ക് ഷിനാജിന് പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. എന്തോ അഫ്ഗാനി റൈസും പിന്നെ ഷവായ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈമും കൂടെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡയറ്റിനെ പറ്റി ആരും ഇവിടെ പറയണ്ട. എനിക്ക് ചില ദിവസങ്ങളിൽ കുറ്റബോധം വരുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ഡയറ്റ് എടുക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഞാനിങ്ങനെ തിന്നർമാദിച്ച് നടക്കും.